എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ ഡോക്ടർ സതി, BAMS DSM. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് വളരെ ഉപകാരപ്രദമായ ഒരു ഔഷധ സസ്യത്തെ പരിചയപ്പെടുത്തുന്നതിനും അതിൻ്റെ ഗുണങ്ങൾ പറയുന്നതിനുമാണ്. ഇത് മിക്കവർക്കും അറിയാവുന്നതായിരിക്കും. ചങ്ങലം പരണ്ട എന്ന് പറയും. അതായത് ചങ്ങല പോലെ ഇങ്ങനെ തണ്ടായിട്ട് പടർന്ന് വളർന്ന ഒരു സസ്യമാണിത്. ധാരാളമായിട്ട് നാട്ടുമ്പുറത്തൊക്കെ കാണാറുണ്ടത്. ഇതിൻ്റെ ബൊട്ടാണിക്കൽ നെയിം സിസസ് ക്വാഡ്രാങ്കുലാരിസ് എന്നാണ്. ഇംഗ്ലീഷിൽ ബോൺ സെറ്റർ എന്ന് പറയും. പിന്നെ അസ്ഥി സംഹാരി, വജ്രവല്ലി എന്നെല്ലാം അതിന് നാമങ്ങളുണ്ട്. പണ്ടത്തെ വൈദ്യന്മാർ അസ്ഥികളുടെ സംബന്ധിച്ച്, എല്ലിനെ സംബന്ധിച്ച് എന്ത് അസുഖം ഉണ്ടായാലും ഈ മരുന്ന് ധാരാളമായിട്ട് ഉപയോഗിച്ചിരുന്നു. ഒടിഞ്ഞ എല്ലുകൾ കൂടി ചേർക്കുന്നതിന് ഉപയോഗിക്കുന്നതാണ് ഈ ചങ്ങലം പരണ്ട. അതായത് ഇതിൽ ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുള്ള ഒരു ഔഷധമാണ്. അതുപോലെ ഫൈബറും ധാരാളമുണ്ട്. കൂടാതെ നടുവേദന, മുട്ടുവേദന, സന്ധിവേദന, എല്ല് തേയ്മാനം, ഇതിനൊക്കെ വളരെ നല്ല ഒരു ഔഷധ സസ്യമാണിത്. കൂടാതെ ഉദരവ്യാധികൾക്ക്, നമുക്ക് വിശപ്പുണ്ടാവാനും വയറിൽ ദഹനത്തിനും, അതുപോലെ ആർത്തവ തകരാറുകൾക്ക്, അമിത രക്തസ്രാവം അഥവാ ആർത്തവം ക്രമമായി ഉണ്ടാവാൻ ഒക്കെ ഇതിൻ്റെ ഉപയോഗം വളരെ ഗുണപ്രദമാണ്. ഇത് സാധാരണയായിട്ട് ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇതിനൊരു ചൊറിച്ചിലുണ്ട്. നമ്മൾ ചേനയൊക്കെ അരിയുമ്പോൾ കൈ ചൊറിയണ പോലെ ചെറുതായിട്ടൊരു ചൊറിച്ചിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ എണ്ണയിലോ പശുനെയ്യിലോ ഒന്ന് ചൂടാക്കിയിട്ട് വേണം ഇത് കറിക്ക് ഉപയോഗിക്കാനായിട്ട്. കറി എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് ഇതുകൊണ്ട് ചമ്മന്തി ഉണ്ടാക്കാം, ചമ്മന്തി പൊടി ഉണ്ടാക്കാം, പിന്നെ സൂപ്പ് ഉണ്ടാക്കി കഴിക്കാം. സൂപ്പ് വളരെ, ഈ കാലത്തൊക്കെ ഇതുകൊണ്ട് സൂപ്പ് ഉണ്ടാക്കി കഴിക്കുന്നത് വളരെ വിശേഷമായിരിക്കും. ഇത് നുറുക്കിയിട്ട് ചുമന്നുള്ളിയും ചേർത്ത് ഒരു 5-8 ഗ്ലാസ് വെള്ളത്തിൽ വേവിച്ച് വറ്റിച്ചിട്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് വെളുത്തുള്ളിയൊക്കെ ചേർത്ത് നെയ്യിൽ താളിച്ച് ഉപയോഗിക്കാം, സൂപ്പായിട്ട് ഉപയോഗിക്കാം. അത് ആഴ്ചയിൽ 2 ദിവസമൊക്കെ കഴിച്ചാൽ പെട്ടെന്ന് നടുവേദനയൊക്കെ കുറഞ്ഞ് കിട്ടുന്നതാണ്. പിന്നെ ഇതുകൊണ്ട് വളരെ സ്വാദിഷ്ടമായ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാം. അത് ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു തരാം. പിന്നെ ഇതുകൊണ്ട് എല്ലാ വേദനകൾക്കും, നടുവേദന, മുട്ടുവേദനയ്ക്കൊക്കെ എണ്ണ കാച്ചി തേക്കാറുണ്ട്. ഇതിൻ്റെ നീരെടുത്തിട്ട് നല്ലെണ്ണയും ചേർത്ത് കാച്ചി ആ എണ്ണ പുറമെ തേച്ച് കുളിക്കുന്നതിന് വളരെ വിശേഷമായിരിക്കും. അപ്പം ചമ്മന്തിപ്പൊടി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. സ്വാദിഷ്ടമായ ചമ്മന്തിപ്പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് ചങ്ങലം പരണ്ട ഞാൻ കഴുകി വെച്ചതാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് ചങ്ങലം പരണ്ട, തേങ്ങ ചുരണ്ടിയത് നമുക്ക് ആവശ്യത്തിന് ചേർക്കാം. ഇതിപ്പോൾ ഞാൻ കുറച്ചുണ്ടാക്കുന്നുള്ളതുകൊണ്ട് കുറച്ച് എടുക്കുന്നുള്ളൂ. ഇത് കുറച്ച് നല്ല വിളഞ്ഞ നാളികേരം എടുക്കുന്നത് നന്നായിരിക്കും. പിന്നെ ഉപ്പ് ഞാനിവിടെ ഇന്ദുപ്പാണ് എടുത്തിരിക്കണേ. നമുക്ക് വേണമെങ്കിൽ കല്ലുപ്പ് എടുക്കാം. ഇന്ദുപ്പില്ലാത്തവർക്ക് കല്ലുപ്പ് എടുക്കാം. പിന്നെ മുളക്, വറ്റൽമുളക് ഒരു 4 എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇത് കറിവേപ്പില, കുറച്ച് പുളി, ഇത്രയാണ് ഇതിലേക്ക് ആവശ്യമുള്ളൂ. അതിപ്പം നമ്മൾ കൂടുതൽ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടുതൽ ചേർത്താൽ മതി. അപ്പം പിന്നെ ഈ ചങ്ങലം പരണ്ടയുടെ ഈ നമ്മൾ മുരിങ്ങാക്കായൊക്കെ നന്നാക്കുന്ന പോലെ ഇതിൻ്റെ ഈ ഒരു ചെറിയതായിട്ട് ഈ തോലൊന്ന് കളയണം. ഈ ഞരമ്പ് തോല് ഇതിങ്ങനെ ചെത്തി കളയണം. അങ്ങനെ ഇതിപ്പോൾ അധികം മൂക്കാത്ത ചങ്ങലം പരണ്ട ആയതുകൊണ്ട് വലിയ ചൊറിച്ചിലുണ്ടാവില്ല. ഇത് ഇങ്ങനെ നുറുക്കിയിടുക. ഇതിൻ്റെ നാമ്പ് ഇതുപോലെ തോല് കളയുക, ഇതുപോലെ. എന്നിട്ട് ചെറുതായിട്ട് നുറുക്കിയിട്ട് ഇതാണ് ചങ്ങലം പരണ്ട നുറുക്കിയത്. അതിൻ്റെ നാരും തൊലിയും കളഞ്ഞതാണിത്. അപ്പോൾ ഇത് അധികം മൂക്കാത്തതായതുകൊണ്ട് ചൊറിച്ചിലൊന്നും ഉണ്ടായില്ല. വേഗം അതിൻ്റെ നാരൊക്കെ കളയാൻ പറ്റി.
ഇനി ഇത് നമ്മൾ എണ്ണയിലോ നെയ്യിലോ വറുക്കണം. ഞാനിപ്പോൾ നല്ലെണ്ണ അല്ലെങ്കിൽ എള്ളെണ്ണയിലാണ് വറുക്കുന്നത്. അല്പം നല്ലെണ്ണ ഒഴിക്കാം. നല്ലെണ്ണയിലാണ് ഇത് വറുക്കുന്നത്. പശു നെയ്യിലും വറുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 സ്പൂൺ നല്ലെണ്ണ ചേർത്തു. 2-3 മാസമൊക്കെ ഇത് ഉപയോഗിക്കാം. ഇതുകൊണ്ട് ചമ്മന്തി ഇതുപോലെ എണ്ണയിൽ വാട്ടിയിട്ട് മുളകും തേങ്ങയും ഉപ്പും കൂട്ടിയിട്ട് അരച്ചിട്ട് അത് നമുക്ക് ഉപയോഗിക്കാം. അത് പക്ഷേ ദിവസം 2 ദിവസത്തിൽ കൂടുതലിരിക്കില്ല. പച്ച തേങ്ങയാണല്ലോ. നന്നായി ഒന്ന് ഉണങ്ങുന്നവരെ വറുക്കുക. ഇത് മുമ്പ് നമ്മൾ മിക്സിയിൽ പൊടിച്ചെടുക്കാനുള്ളതാണ്. ഇതിപ്പോൾ മൂത്തിട്ടുണ്ട്. ഒരുവിധം നന്നായി മൂക്കണം. കാരണം നമ്മളിത് പൊടിച്ച് പൊടിയാക്കാനുള്ളതാണല്ലോ. അപ്പം നന്നായി ഉണങ്ങണം. ഇതായിട്ടുണ്ട്. ഇത് നമുക്ക് വാങ്ങാം. അത് ഇനി മുളക് വറുക്കാം. മുളക് വറുത്തുണ്ട്. ഈ എണ്ണയിൽ തന്നെ നമുക്ക് മുളകിടാം. മുളക് മൂത്തിട്ടുണ്ട്. ഇനി തേങ്ങ തേങ്ങ ഇട്ടു. അതിൻ്റെ കൂടെ നമുക്ക് കറിവേപ്പില ചേർക്കാം. പിന്നെ കുരുമുളക് ചേർക്കാം. തേങ്ങ നന്നായി ചുമക്ക വറുക്കണം. പുളി നമുക്കിപ്പോൾ ചേർക്കാം. അപ്പോൾ അത് അതിൻ്റെ കൂടെ പൊടിഞ്ഞു വന്നോളും. പുളി വാളംപുളിയാണ് കേട്ടോ. നമ്മൾ കറിക്ക് സാധാരണ ഉപയോഗിക്കുന്ന വാളംപുളി. മുളകും ഉപ്പെല്ലാം അവരവരുടെ ആവശ്യത്തിന് ചേർക്കാം. നല്ല വിളഞ്ഞ നാളികേരമാകുമ്പോൾ വേഗം മൂപ്പ് വരും. നല്ല ചുമന്ന കളർ വരുമ്പോൾ ഓഫാക്കാം. നല്ല കറിവേപ്പിലയുടെ മണം വരുന്നുണ്ട്. നമുക്ക് കല്ലുപ്പ് ചേർക്കാം. മുഴുവൻ ചേർക്കുന്നില്ല, അത് കുറച്ചല്ലേ ഉള്ളൂ. ഇത് തേങ്ങ നല്ല വിളഞ്ഞ നാളികേരമാണെങ്കിൽ വേഗം മൂത്ത് കിട്ടും. നല്ല ചുമന്ന കളറാവുന്നതല്ലേ നല്ലപോലെ മൂപ്പിക്കും. പുളി ഇതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട്. കറിവേപ്പിലയും കുരുമുളകും ഉപ്പും ഇട്ടിട്ടുണ്ട്. ഇത് നന്നായി മൂക്കാറായിട്ടുണ്ട്. ഏകദേശം ചുമന്ന് തുടങ്ങി. അത് പാകമായിട്ടുണ്ട്. നല്ലപോലെ ചുമന്നു. ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് പൊടിച്ചെടുക്കാം. എല്ലാം കൂടി പൊടിച്ച് മിക്സാക്കിയെടുക്കാം. ഇത് 2-3 മാസം വരെയൊക്കെ കേടുകൂടാതിരിക്കും. ഇനി നമുക്ക് എല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കാം. ഇതിപ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച മുളകും ചങ്ങലം പരണ്ടയും വറുത്ത് വെച്ചും എല്ലാം ചേർത്ത് മിക്സാക്കി. ഇനി ഇത് നമ്മൾ തണുത്ത് കഴിയുമ്പോൾ മിക്സിയിൽ പൊടിച്ചെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ചമ്മന്തി പൊടി കിട്ടും. ഇത് ആറിയിട്ടുണ്ട്. നമുക്കിതിനി ഇത് പൊടിച്ചെടുക്കാം. ചമ്മന്തിപ്പൊടി നമ്മുടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെ കാണിക്കുന്നതിനുണ്ട് ഞാൻ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ.
ഇത് നമ്മുടെ സ്വാദിഷ്ടമായ ചങ്ങലം ചമ്മന്തിപ്പൊടിയാണ്. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എല്ലാ കാൽസ്യം കുറവുള്ള എല്ലാ അസുഖങ്ങൾക്കും, എല്ല് തേയ്മാനം, നടുവേദന, മുട്ടുവേദന എല്ലാവർക്കും കഴിക്കാം. അത് എല്ലാ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ചോറിൻ്റെ കൂടെ കഴിക്കാം, കഞ്ഞിയുടെ കൂടെ കഴിക്കാം, ദോശ, ഇഡ്ഡലി എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. നല്ല സ്വാദുണ്ടാവും. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കട്ടെ. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ചങ്ങലം പരണ്ടയുടെ ഒരു സൂപ്പ് ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.